ഇന്നലെ കേരള സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ കേരള സ്റ്റേറ്റ് അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാതൽ ദി കോറാണ്. ആടുജീവിതം എന്ന സിനിമയുടെ അഭിനയത്തിന് പൃഥ്വിരാജ് മികച്ച നടനുമായി. മികച്ച നടി വിഭാഗത്തിൽ ഉർവശി, ബീന ആർ ചന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ശരിക്കും AR റഹ്മാന് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിൻ്റെ അവാർഡ് ഡിസർവിംഗ് ആയിരുന്നു. ഇൻ്റർനാഷണൽ ലെവലിലുള്ള BGMും മ്യൂസിക്കായിരുന്നു AR റഹ്മാൻ ആടുജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടിയില്ല. അതുപോലെ നാഷണൽ അവാർഡിൽ മികച്ച നടനായിട്ട് ഋഷഭ് ഷെട്ടിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം തന്നെയായിരുന്നു. കാന്തര സിനിമയിലെ ക്ലൈമാക്സ് രംഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെ ധാരാളമാണ് ഈ ഒരു അവാർഡ് കിട്ടാൻ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് പൃഥ്വിരാജിനെ വിഷ് ചെയ്തുകൊണ്ട് വിലായത്ത് ബുദ്ധ ടീം പൃഥ്വിരാജിൻ്റെ ഒരു പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് ഡബിൾ മോഹൻ എന്നാണ് ഈ ഒരു പോസ്റ്ററിലെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഡബിൾ മോഹൻ എന്ന കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. നേരത്തെ 30-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് റായൻ ഇപ്പോൾ നേരത്തെ എത്താൻ പോവുകയാണ്. ഈ വരുന്ന 23-ാം തീയതി റായൻ സിനിമ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ് നായകനെത്തിയ നുണക്കുഴി എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് വന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,76,00,000 രൂപ സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ഡയറക്ടറായ വിപിൻ ദാസിൻ്റെ തിരക്കഥയിൽ പുറത്തുവന്ന വാഴ എന്ന സിനിമയ്ക്കും തിയേറ്ററുകളിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് വന്നത്. ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,44,00,000 രൂപ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയിട്ടുണ്ട്. റിലീസ് ചെയ്ത സമയത്ത് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ചിയാൻ വിക്രമിൻ്റെ തങ്കലാൻ എന്ന സിനിമയ്ക്കും വന്നത്. സിനിമ ഗംഭീര കളക്ഷനുമായിട്ട് മുന്നേറുകയാണ്. ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 26,44,00,000 രൂപ തങ്കലാൻ സിനിമ കളക്ഷൻ നേടിയെന്നാണ് പറയുന്നത്. അതുപോലെ കേരളത്തിലെ ആദ്യ ദിവസം 1,10,00,000 രൂപ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോൾ തങ്കലാൻ 2 ചിയാൻ വിക്രം ഒരു വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.